സ്വന്തമായി സ്ഥലവും സ്വന്തമായി വീടുമില്ലാത്ത ആളുകളാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയിട്ടുള്ള തോപ്പിൽ ഭാസി ഒരു നാടകത്തിലൂടെ പറഞ്ഞ ഒരു ഗാനമാണ്. കാലം എത്ര കഴിഞ്ഞിട്ടും ആ കാലഘട്ടത്തിൽ അത് പറഞ്ഞതും ഇപ്പോഴത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇന്ന് അക്ഷരം പ്രതി ശരിയാണ്. ഒരു ഭാഗത്ത് സമ്പത്തുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് ദരിദ്രരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള ഏക സംവിധാനം സർക്കാരിന്റെ ലൈഫ് പദ്ധതിയാണ്. അൻസർക്കായും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദ്രമാഷും ഒക്കെ ഇവിടെ ഇരിക്കുന്നു. പഞ്ചായത്തിൽ നിന്നും കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ് വീട് വെക്കാൻ. സ്ഥലം വാങ്ങിക്കാൻ കൊടുക്കുന്നത് 2 ലക്ഷം രൂപയാണ്. ഈ 2 ലക്ഷം രൂപയ്ക്ക് ഈ കാലഘട്ടത്തിൽ ഏത് രാജ്യത്ത് ഭൂമി കിട്ടും? കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് മുസ്ലിം സർവീസ് സൊസൈറ്റി. MSS കരുനാഗപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത 20 പേർക്ക് സ്നേഹഭൂമി 2023 എന്ന പേരിൽ 3 സെന്റ് വസ്തുവീതം നൽകിയിരുന്നു. നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനം CR മഹേഷ് MLAയും വീടിന്റെ ശിലാസ്ഥാപനം മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് H നിസാർ അൽഫിയ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേലി ഭാഗം, MSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിസാമുദ്ദീൻ, തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ, മുൻ നഗരസഭാധ്യക്ഷൻ M അൻസർ, T ഇന്ദ്രൻ, മുജീബ് റഹ്മാൻ മൗലവി, അഡ്വക്കേറ്റ് വൈ സുധീർ, സുബൈർകുട്ടി സംസം എന്നിവർ പങ്കെടുത്തു. 4 ലക്ഷം രൂപയ്ക്ക് നാടകത്തിൽ സെറ്റ് ഇടുന്ന ആർട്ടിസ്റ്റ് സുജാതിനോട് പറഞ്ഞാൽ ഒരു വീടിന്റെ സെറ്റ് ഇട്ട് തരാൻ ബുദ്ധിമുട്ടായി ഇപ്പോഴത്തെ കാലഘട്ടം. എവിടെ പരവൊക്കെ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ കൂടുതൽ ദരിദ്രനാവും. ആരുടെയെങ്കിലും കയ്യിൽ നിന്നും കടം വാങ്ങിച്ച് പരവാസോല് നടത്തി കൊടുക്കാമെന്നും പറഞ്ഞ് അവൻ പണി തോന്നും. അവസാനം ഇങ്ങനെയുള്ള വീടുകൾ എടുക്കാൻ വരുന്ന കോൺട്രാക്ടറും ഇതിനേക്കാൾ ദാരിദ്ര്യം പിടിച്ചവനായിരിക്കും. അവനുള്ള അഡ്വാൻസ് വാങ്ങിച്ചുകൊണ്ട് പോകും. അതുപോലുള്ള കേസ് വേറെ ഒരുപാട് കിടപ്പും. അങ്ങനെ ഒരു വല്ലാത്ത അവസാനം പന്തലുകാർക്കും മൈക്കുകാർക്കും ഈ കാറ്ററിംഗുകാർക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ ഇത് വിൽക്കാനും പറ്റത്തില്ല. ഇത് കുരുക്കാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.